ശരീരഗന്ധം പറയുന്ന രോഗസൂചനകൾ. Ethnic health code in public interest. നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും പല അസുഖങ്ങളുടെയും സൂചന നൽകുന്ന ഒന്നാണ്. ശരീരം രോഗഗ്രസ്തമാകുന്നതിൻ്റെ ആദ്യ സൂചനയും ഇതൊക്കെ തന്നെയായിരിക്കും. പലപ്പോഴും നമുക്കിത്തരം കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് പ്രശ്നമാകുന്നത്. പല രോഗങ്ങളും തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പരിഹാരവും എളുപ്പമാണ്. ശരീരത്തിൻ്റെ ഗന്ധവും ഇത്തരത്തിലെ രോഗസൂചനകൾ തന്നെയാണ്. ശാരീരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പല അവയവങ്ങളിലും നിന്നുള്ള പ്രക്രിയയുടെ ഫലം പല ഗന്ധങ്ങളായി പുറത്തേക്ക് വരുന്നു. ഇത്തരത്തിൽ വരുന്നതിൻ്റെ ചില അസ്വാഭാവിക ഗന്ധങ്ങൾ പല അസുഖങ്ങളെക്കുറിച്ചും സൂചന നൽകുന്നു. ഇത്തരം ഗന്ധങ്ങൾ എങ്ങനെയാണ് അസുഖ സൂചനകളാകുന്നതെന്നറിയൂ. ശ്വാസത്തിലെ ദുർഗന്ധം. ശ്വാസത്തിലെ ദുർഗന്ധം പലപ്പോഴും വായ വൃത്തിയാക്കാത്തത് കാരണമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ ശ്വാസദുർഗന്ധം ഇതുകൊണ്ട് മാത്രമല്ല. സ്ലീപ്പ് അപ്നിയ അഥവാ ഉറക്കക്കുറവ് പ്രശ്നങ്ങളാണ് ഇതിന് ഒരു കാരണമാകുന്നത്. ഇത് കൂർക്കം വലിക്ക് കാരണമാകുന്ന ഒന്നുകൂടിയാണ്. കൂർക്കം വലിക്കുന്നവർ വായിലൂടെ രാത്രി ശ്വസിക്കുന്നു. വായ തുറന്നു വെച്ചുറങ്ങുന്നത് ശ്വാസദുർഗന്ധമുണ്ടാക്കുന്ന ഒന്നാണ്. വായ വരണ്ടതായി മാറുന്നതാണ് ഇതിന് കാരണം. ഇത് വായ്നാറ്റമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ സഹായിക്കുന്നു. ഈ ബാക്ടീരിയകൾ സൾഫർ ഗന്ധമുണ്ടാക്കുന്നു. ഇതാണ് വായ്നാറ്റത്തിന് കാരണമാകുന്നത്. കാൽപാദത്തിൽ നിന്നും ദുർഗന്ധം. കാൽപാദത്തിൽ നിന്ന് ദുർഗന്ധം വരുന്നവരുണ്ട്. ഇതിന് കാരണം ചർമ്മത്തെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനാണ്. എന്നാൽ ഇതല്ലാതെ അത്ലറ്റ്സ് ഫുട്ട് എന്ന അവസ്ഥയും ഇതിന് കാരണമാകുന്നു. ഇവിടെ ബാക്ടീരിയ, ഫംഗസ് എന്നിവയുടെ ഒരുമിച്ചാണ് അണുബാധ ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് ചുവപ്പും ചൊറിച്ചിലും ചില തടുപ്പുമുണ്ടാകുന്നു. ഈ ഭാഗത്ത് ചൊറിഞ്ഞ് മറ്റു ഭാഗത്ത് സ്പർശിച്ചാൽ ഈ ഭാഗവും ഇത്തരം പ്രശ്നമുണ്ടാകും. ഇത് വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങളെ വരെ ബാധിക്കാം. വായ്ക്ക് പഴവർഗ്ഗങ്ങളുടെ ഗന്ധം. വായ്ക്ക് പഴവർഗ്ഗങ്ങളുടെ ഗന്ധം വരുന്നവരുണ്ട്. ഇതിന് കാരണം ഡയബറ്റിസ് അനുബന്ധമായി വരുന്ന ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് എന്ന അവസ്ഥയാണ്. ഇത് ശരീരത്തിൽ ഇൻസുലിൻ കുറവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത്. ഇതിനാൽ രാത്രിയിലെ ഗ്ലൂക്കോസ് തോത് ഉയരുന്നു. ശരീരത്തിൽ ഊർജമുണ്ടാകുന്നില്ല. ഊർജമില്ലാത്തത് കാരണം ഫാറ്റി ആസിഡുകൾ ചെറിയ കണികകളായി മാറുന്നില്ല. ഇത് രക്തത്തിൽ കീറ്റോണുകൾ എന്ന അസിഡിക് ഘടനകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതാണ് ഇത്തരം ഗന്ധത്തിന് കാരണമാകുന്നത്. മലത്തിലെ ദുർഗന്ധവും. മലത്തിലെ ദുർഗന്ധവും രോഗലക്ഷണം തന്നെയാകാം. ലാക്ടോസ് ഇൻടോളറൻസ് ആണ് ഇതിന് കാരണമാകുന്നത്. അതായത് പാൽ പോലുള്ളവയോട് ശരീരത്തിനുള്ള അലർജി. ലാക്ടോസ് ദഹിപ്പിക്കാൻ ശരീരത്തിന് സാധിക്കുന്നില്ല. ഇതിനാൽ തന്നെ ലാക്ടോസ് നേരിട്ട് രക്തത്തിലേക്ക് പോകുന്നതിന് പകരം കുടലിലേക്കാണ് പോകുന്നത്. ഇതാണ് ഇത്തരം ദുർഗന്ധമുണ്ടാകുന്നത്. മാത്രമല്ല വയറിന് കനം, ദുർഗന്ധമുള്ള ഗ്യാസ് തുടങ്ങിയവയും ഇതോടനുബന്ധിച്ചുണ്ടാകുന്നു. മൂത്രത്തിന് ദുർഗന്ധമുണ്ടാകുന്നത്. മൂത്രത്തിന് ദുർഗന്ധമുണ്ടാകുന്നത് പലർക്കും പ്രശ്നമാണ്. യൂറിനറി ഇൻഫെക്ഷനുകൾ ഒരു കാരണമാണ്. പ്രത്യേകിച്ചും ഈ കോളി ബാക്ടീരിയയാണ് ഇതിന് കാരണമാകുന്നത്. ഈ കോളി ബാക്ടീരിയ യൂറിനറി ട്രാക്ട്, യൂറിത്ര എന്നിവിടങ്ങളിൽ പ്രവേശിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. ഇത് പ്രധാനമായും സ്ത്രീകളിലാണ് ഉണ്ടാകുന്നത്. സ്ത്രീകളിലെ യൂറിത്ര ചെറുതായതാണ് പെട്ടെന്ന് ഇങ്ങനെ ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടാകുന്നത്. പുരുഷന്മാരിൽ വളരെ കുറവ് മാത്രമേ ഇത്തരം അണുബാധയ്ക്ക് സാധ്യതയുള്ളൂ. പല രോഗങ്ങളും തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പരിഹാരവും എളുപ്പമാണ്. ശരീരത്തിൻ്റെ ഗന്ധം ഇത്തരത്തിലെ രോഗസൂചനകൾ തന്നെയാണ്. ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.